Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ദാ നമ്മളെ ഓരോരുത്തരെയും വലിയ ഒരു ശുശ്രൂഷ അഭിഷേകത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിനോട് സഹകരിക്കുക എന്നുള്ളത് നിന്റെ ഭാഗത്ത് നിന്ന് ദൈവത്തോടുള്ള വലിയ നന്ദിയുടെ ഒരു പ്രകടനമാണ്. ആയതിനാൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദാ നമ്മൾ ഒരുമിച്ച് ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരല്പസമയം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷേ ഒരല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ ഒരു അഭിഷേകം എനിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നല്ലോ. ഈ ശുശ്രൂഷയുടെ അഭിഷേകം എൻ്റെ മേൽ അതിശക്തമായിട്ട് വെളിപ്പെടണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു ദൈവീക ഇടപെടലിലേക്ക് നയിക്കണമേ. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ആത്മാവേ ഞങ്ങൾക്ക് ബലം നൽകണമേ. കൈകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹാലേലുയാ, 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 ഹാലേലുയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ ആരാധന. ചേർന്ന് സന്തോഷത്തോടുകൂടെ പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിന്റെ മോഹങ്ങളെ അതിജീവിക്കാനുള്ള കൃപ വേണം. ചേർന്ന് കയ്യക്കടിക്കാമെങ്കിൽ ഒന്ന് കയ്യക്കടിച്ച് പാടിക്കേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാം, അഭിഷേകം ചെയ്തിടണേ. എന്താണ് വേണ്ടത്? ധീരതയോടെ, ധീരതയോടെ നിൻ സേവ ചെയ്യാം. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തിടണേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ കൈയടിച്ചേ. സന്തോഷത്തോടെ ചേർന്ന് പാടി. ശക്തി പകർന്നിടണേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, ശക്തി, ശക്തി, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് വേണം. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ, കർത്താവേ നീ അറിയുന്നു. പഠിക്കേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, ശക്തി, ശക്തി പകർന്നിടണേ. നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആ കയ്യൊക്കെ ഒന്ന് കൂപ്പിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവരൊക്കെ ഒന്ന് വിളിച്ചേ, ആ കുടുംബത്തിലുള്ളവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് അവരോടൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വഴികളെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യത്തിൻ്റെ വചനമാണ്. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ബൈബിൾ ഉള്ളവരൊക്കെ എടുക്കുന്നു, തുറക്കുന്നു. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 25. വളരെ പരിചിതമായ വചനം. വചനത്തിൽ
ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. കാരണം വചനം എന്താ പറയണേ? മരിച്ചാലും ജീവിക്കും. അതങ്ങനെ ഈ മരിച്ചാലും ജീവിക്കുന്നത്? നമ്മുടെ പലരുടെയും ചിന്ത മരിച്ചതോടുകൂടെ തീർന്നുവെന്നല്ലേ, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഒരു ദൈവവിശ്വാസിക്ക് ഇതാ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നൊരു വാഗ്ദാനം ഇതാണ്: നീ വിശ്വസിച്ചുകൊള്ളൂ, നീ മരിച്ചാലും ജീവിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ ഒരു വാഗ്ദാനമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം ഈ ലോകത്തോട് പറയണം, ഞാനെന്ന വ്യക്തി, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മരിച്ചാലും ജീവിക്കും. കാരണം പുനരുദ്ധാനവും ജീവനും എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നീ മരിച്ചാലും ജീവിക്കും, നീ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അഗസ്റ്റീനോസ് എന്നും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുണ്ട്: നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ദൈവമേ, നിനക്കായി എന്നെ സൃഷ്ടിച്ചു, നിന്നിൽ ഞാൻ ചേരുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചാലും ജീവിക്കും. ദൈവസന്നിധിയിലാണ് നമ്മുടെ ജീവിതം എത്തിച്ചേരുന്നത് എന്നുള്ള വലിയ ഒരു ഉറപ്പ്. ഈ അവസരത്തിൽ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളിൽ ഒരു പ്രസക്തമായ ചോദ്യം: ഈ മരിച്ച ആൾക്ക് എന്തു സംഭവിക്കുന്നു? മരിച്ച ആൾക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പലരും പറയുന്ന ഉത്തരം, അത് ഞങ്ങൾ സെമിത്തേരിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? ശരീരം മണ്ണോട് മണ്ണായിട്ട് തീരുന്നു. ആ വ്യക്തി അവിടെ അങ്ങോട്ട് അവസാനിക്കുമോ? ആ വ്യക്തിയുടെ ആത്മാവിനും മനസ്സിനും എന്തു സംഭവിക്കുന്നു? വളരെ പ്രസക്തമായ ചോദ്യം. നമ്മൾ മാത്രമല്ല ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ലോകത്തിൽ ഇഷ്ടംപോലെ ആളുകൾ കാലാകാലങ്ങളായി ചിന്തിച്ചിരിക്കുന്ന ചോദ്യമാണ്: മരിച്ചയാൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ചിന്ത വളർന്നു കഴിഞ്ഞപ്പോൾ പലരും പല ചിന്താഗതികളും ലോകത്തിൽ കൊണ്ടുവന്ന് പലരും അത് വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലൊക്കെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടാക്കി സഭാ വിഭജനത്തിനൊക്കെ കാരണമായി തീർന്ന ഒരു വ്യക്തിയാണ് ആര്? മാർട്ടിൻ ലൂതർ. ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആ ചിന്തകൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇങ്ങനെയാണ്. അതായത്, ഒരു വ്യക്തി സുമിത്തേരിയിൽ അയാൾ അടക്കപ്പെട്ടു, ശരീരം മണ്ണോട് മണ്ണായിട്ട് തീർന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സും ആത്മാവും അബോധാവസ്ഥയിൽ അവിടെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പഠനം. പഠനം എങ്ങനെയുണ്ട്? മോശമില്ലല്ലോ. സെമിത്തേരിയിലൊക്കെ പോകാൻ പലരും പേടിക്കാം, അല്ലേ? എന്നാൽ ഇതേ സമയം തന്നെ കാൽവിൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പഠനത്തെ കാൽവിനിസം എന്നാണ് പറയുന്നത്, കാൽവിൻ. അപ്പം ഈ കാൽവിൻ പുതിയൊരു പഠനം കൊണ്ടുവന്നു. അതായത് അദ്ദേഹം പറഞ്ഞ പോലെയല്ല, മാർട്ടിൻ ലൂതർ പറഞ്ഞ പോലെയല്ല, മറിച്ച് സുമിത്തേരിയിൽ ആ മനസ്സും ആത്മാവും ബോധതലത്തിൽ തന്നെ ഉണ്ടെന്നാണ് പറയണേ. ബോധതലത്തിൽ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിലെ ചില കടങ്ങളും പാപങ്ങളുടെയൊക്കെ പൊറുതിക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ചില പ്രവൃത്തികളിലൊക്കെ അവർ ബോധതലത്തിൽ പ്രകടമാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഠനം, കാൽവിനിസം. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പഠനങ്ങളും ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മറ്റൊരു ചിന്താഗതി ഇങ്ങനെ ഉണ്ടായിരുന്നു. BC 400-ലാണ് എയറിൻ്റെ ഐതിഹ്യം, മിത്ത് ഓഫ് എയർ എന്നാണ് പറയുന്നത്. പ്ലേറ്റോയുടെ ഒരു ചിന്താഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ അത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മരണശേഷം നീതിരഹിതരുടെ ആത്മാക്കൾ പാതാളത്തിൽ കഴിയുന്നു. തരം കിട്ടുമ്പോഴൊക്കെ ശപിക്കപ്പെട്ട ഈ ആത്മാക്കൾ ഭൂമിയിലെത്തി ജീവിച്ചിരിക്കുന്നവർക്ക് ശല്യം ചെയ്യുന്നു.
അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, ഇതൊന്നും ഇവിടെയല്ലല്ലോ, ഇതൊക്കെ വേറെ എവിടുത്തോ ചിന്താഗതികളല്ലേ, ഞങ്ങളുമായിട്ട് എന്ത് ബന്ധം? നമ്മളുമായിട്ടും ബന്ധമുണ്ട്. നമ്മുടെയൊക്കെ നാടും വീടും നമ്മുടെയൊക്കെ സംസ്കാരങ്ങളും ഒക്കെ വളർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള അനേകം കഥകളും ഉപകഥകളോടും ബന്ധപ്പെട്ടാണ്. അനേക സിനിമകളും സീരിയലുകളും ഒക്കെ കണ്ടാണ്, അനേക പുസ്തകങ്ങൾ വായിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതം ചേർന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിലൊക്കെ പാലപ്പൂവിൻ്റെ മണമുള്ള വെള്ള സാരിയൊക്കെ ഉടുത്ത് നീണ്ട തലമുടിയൊക്കെയുള്ള പാട്ടൊക്കെ പാടി വരുന്ന കള്ളിയാങ്കാട്ട് നീലിയൊക്കെ വരുന്നത് അല്ലേ? പ്രതികാരം ചെയ്യാൻ വരുന്ന യക്ഷിയും പ്രേതവും മറുതയും അങ്ങനെയുള്ള അനേകം ആത്മാക്കളെ നമ്മുടെ മുമ്പിലൊക്കെ അനേക സിനിമകളും അല്ലേ, നമ്മുടെയൊക്കെ ഈ മുമ്പിൽ ഇങ്ങനെയുള്ള അനേക ചിത്രങ്ങളും കഥകളും ഉപകഥകളുമൊക്കെ സംഭവിക്കപ്പെടുമ്പോൾ അനേകം പേര് അറിയാതെ ചിന്തിച്ചു പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ സത്യമാണോ? മരിച്ചുപോയ ആളുടെ ആത്മാവ് തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുമോ? ഇത് സത്യക്രിസ്ത്യാനികളായിട്ടുള്ള അനേകരുടെ ഉള്ളിൽ പോലുമുള്ള ഒരു തെറ്റായ ചിന്താഗതിയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേച്ചി എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ വീടിനടുത്ത് ഒരു കുടുംബം, മറ്റൊരു മതത്തിൽപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിലൊരു സ്ത്രീ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ ഒത്തിരി ശല്യപ്പെടുത്തിയതാണ്. ഞങ്ങളുമായിട്ട് എപ്പോഴും അതിർത്തി വഴക്ക് പ്രശ്നങ്ങളായിരുന്നു, രൂക്ഷമായിരുന്നു. ആ സ്ത്രീ മരിച്ചു. സമാധാനമായെന്നാ ചിന്തിച്ചത്, ശല്യം പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അച്ഛാ, കഴിഞ്ഞ ദിവസം എൻ്റെ മൂത്ത മകള്, അവൾക്ക് ആകപ്പാട് അസ്വസ്ഥത ചോദിച്ചു വന്നപ്പോൾ അവള് പറയാ, അച്ഛാ, അമ്മേ, അപ്പുറത്തെ വീട്ടിലെ ആ മരിച്ചുപോയ ചേച്ചീനെ ഞാൻ ഇന്നലെ നമ്മുടെ വീട്ടിൽ കണ്ടു. നമ്മുടെ വീട്ടിൽ കണ്ടെന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സത്യക്രിസ്ത്യാനി ഈ ചേച്ചി എൻ്റെ മുമ്പ് ഇന്നോട്ട് പറയാം, അച്ഛാ, പേടിച്ചിട്ട് വയ്യച്ചാ, മരിച്ച ആത്മാവ് പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, ചേച്ചി കണ്ടോ? ഞാൻ കണ്ടില്ല, മകള് കണ്ടെന്നാ പറയണേ. പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛാ, എന്തോ അരുതാത്തത് വരാൻ പോകുന്നത് പോലെ, ആരോ എന്തോ ചെയ്യുന്നത് പോലെ. അച്ഛാ, എന്തു ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവമതവിശ്വാസി, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങേയറ്റം ആഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത, എൻ്റെ മരണശേഷം എന്തു സംഭവിക്കുന്നു? കത്തോലിക്ക തിരുസഭ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്നും നരകമെന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്തൊക്കെയാണ്? സ്വർഗം, നരകം. ഈ ഭൂമി ജീവിതത്തിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്ന് ശരിയായ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ ഒരു കൃപയാണ് സ്വർഗം എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നരകത്തെക്കുറിച്ചൊരു ചർച്ചയിൽ നേരെ തിരിച്ചു, ഈ ഭൂമി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടെ സ്വീകരിക്കാതെയും തികച്ചും പൈശാചികമായ ചിന്തയിലും പ്രവൃത്തിയിലും അനുദപിക്കാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ നരകം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിത അവസ്ഥയെ തിരുസഭ പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയുടെ ജീവിതത്തിൽ മരണസമയത്ത് അനുദപിച്ച് ഒരുങ്ങി, പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും കടങ്ങളും പാപങ്ങളും പൊറുതി ലഭിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ മേഖലകൾക്ക് വേണ്ടി ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ തിരുസഭ കൊണ്ടുവരുന്നു. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ പഠനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ, തിരുസഭാ പഠനങ്ങളുടെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവിത രീതികൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൃത്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ വിധികളെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുമ്പോൾ
ഞാനും നിങ്ങളുമൊക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? മനുഷ്യൻ്റെ വിധികൾ 4. 1 മരണമെന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഒരു ചോദ്യമാണ്: പ്രാണനെ പിടിച്ചു നിർത്താനോ മരണത്തിൻ്റെ സമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? മരണം എന്നൊരു യാഥാർത്ഥ്യം. രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്നത് വിധിയെക്കുറിച്ചാണ്. 2 തരം വിധിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 തനത് വിധിയാണ്. ആ വിധി സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണസമയത്താണ്. അവന് വേണ്ടി ജീവിതത്തിൽ സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊരു യാഥാർത്ഥ്യം. മറ്റൊന്ന് പൊതുവിധിയാണ്. അത് സംഭവിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ. ഇതാ നമ്മുടെ മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടും. ദൈവീകമായ രാജ്യത്തിൽ കൃത്യമായിട്ട് വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമൊക്കെ ദൈവജനത്തെ മാറ്റി നിർത്തുമെന്നുള്ള മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ വിധിയുണ്ട്, തനത് വിധിയുണ്ട്, അതോടൊപ്പം തന്നെ പൊതുവിധിയുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്വർഗം എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഈശോയുടെ പഠനങ്ങളിലൊക്കെ ആവർത്തിച്ച് ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു മനുഷ്യൻ ജീവിക്കുവാൻ. 4-മതായിട്ടുള്ള യാഥാർത്ഥ്യം നരകം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിലൊക്കെ ഈ നരകം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ കഠിനമായ ഒരു അവസ്ഥയെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥ. അത് തന്നെയാണ് നരകം. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ വ്യക്തി കടന്നു പോകുന്ന ദുരിത പീഡ, ഇരുട്ടിൻ്റെ ആഴം അത് അത്രമേൽ വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം: ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. രണ്ടാമത്തെ കാര്യം, മരണശേഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിത്യമായ ജീവിതമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11:25 പറഞ്ഞത്: ദേ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ട്. എന്തിനാണ് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്? ജീവിതത്തിൽ ഭയപ്പെടാനല്ല, മറിച്ച് ധൈര്യപൂർവ്വം ജീവിക്കാൻ. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെക്കുറിച്ചും പ്രതികാരദാഹികളായിട്ട് വരുന്നതിനെക്കുറിച്ചൊക്കെ സിനിമകളിലും കഥകളിലും ഉപകഥകളിലുമൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം: മക്കളെ, നമുക്കെല്ലാവർക്കും നിത്യമായൊരു ജീവിതമുണ്ട്. യേശുവിനോട് കൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് സ്വർഗീയമാണ്, ആഹ്ലാദത്തിൻ്റെതാണ്. ഭാരപ്പെടേണ്ട. ഈ ഭൂമിയിലെ ജീവിതത്തിൽ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപ. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് നിത്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലായിരിക്കാൻ കൃപ തരണമേ. ഒന്നിനെയും ഭയപ്പെടേണ്ട. പ്രത്യേകിച്ച് ഇന്നത്തെ വരുന്ന ആരാധന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്രകാരമുള്ള മരിച്ച ആത്മാക്കളെക്കുറിച്ചൊക്കെ മരണഭയമുണ്ടെങ്കിൽ, ആത്മാക്കളോടുള്ള ഏതെങ്കിലും തരത്തിലൊരു ദുഃഖകരമായ ഓർമ്മകളുണ്ടെങ്കിൽ, ആ മേഖലകളിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുന്ന സമയമാണ്. ചില കുടുംബങ്ങളിലും ചില വ്യക്തികളിലും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ മരണമടഞ്ഞവരെ കുറിച്ച് ഉണ്ട്. ചില തെറ്റായ ചിന്തകളും ധാരണകളും അനേകരുടെ തലയ്ക്കകത്തുണ്ടല്ലോ. മരിച്ചുപോയ ആത്മാവ് പ്രതികാര ബുദ്ധിയോടുകൂടെ തിരിച്ചു വരുന്നു. മരിച്ചുപോയ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതിന് മോക്ഷം കിട്ടിയിട്ടില്ല. അതിൻ്റെ അവസ്ഥ എന്താകും എന്നിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മളിൽ പലരെയും ഭാരപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധ അൾത്താര എനിക്കും നിനക്കും നൽകുന്ന വലിയൊരു സൗഖ്യം എന്ന് പറയുന്നത്, മരിച്ചുപോയ ആത്മാവ് നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ അപ്രകാരം ഈ മരിച്ചുപോയ ആത്മാവിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ചിന്തകളുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി എല്ലാ മരിച്ചുപോയ ആത്മാക്കളുടെ മേലും സ്വർഗീയ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഏതെങ്കിലും വ്യക്തികളുടെ ഉള്ളിൽ മരിച്ചുപോയ ആത്മാക്കളോട് ബന്ധപ്പെട്ട് ഭയമോ ദുഃഖമോ അരിശമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ജീവിക്കുന്ന വീട് മനസ്സിൽ കാണുക. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, ആ പ്രദേശത്ത് അപ്രകാരമുള്ള ഏതെങ്കിലും തെറ്റായ ചിന്തകളോ കഥകളോ ഉപകഥകളോ ഒരു തലമുറയെ നശിപ്പിക്കുന്ന തരത്തിലുണ്ടെങ്കിൽ ഇതാ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ആ മേഖലയിലേക്ക് വലിയൊരു കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈശോട് പറയാം, ഈശോയെ കരുണ വേണം, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ വേണം. ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ നാഥ. എല്ലാവരും ചേർന്ന് നമുക്കറിയാവുന്ന ഈ ഗാനത്തിൻ്റെ വരികൾ ഒന്ന് പാടി ഒന്ന് പ്രാർത്ഥിക്കേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണ് കർത്താവേ, പാപിയാണു ഞാൻ. ഓ കർത്താവേ, ഞാൻ പാപിയാണ്. ചേർന്ന് എല്ലാവരും യേശുവിനെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കോ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണ്, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ഈ അവസരത്തിൽ രണ്ട് കരങ്ങളും കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിക്കാമോ? കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സാധിച്ചില്ല, അവർ മരിച്ചുപോയി. ഒരുപക്ഷെ അത് വലിയൊരു ദുഃഖമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. നമുക്ക് അവരോടൊന്ന് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റിയില്ലല്ലോ. എന്നാൽ ഈ സമയം ഈ പരിശുദ്ധ അൾത്താര നിനക്കൊരു സൗഖ്യം നൽകുകയാണ്. നിന്റെ ജീവിതത്തിൽ അപ്രകാരം ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടായിരുന്നു, ആ അനുഭവങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കുരിശിൽ കിടക്കുന്ന ഈശോയോട് ചേർത്ത് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് യേശുവിനോട് പറയുക, യേശുവേ, എൻ്റെ ജീവിതത്തോട് കരുണ തോന്നണമേ. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ ജീവിത അനുഭവത്തോട് ക്ഷമിക്കാതെയും പൊറുക്കാതെയും ഇരുന്ന അവസ്ഥയോട് യേശുവേ കരുണ തോന്നണമേ. ചേർന്ന് രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ, കരുണ, അലിവ് തോന്നണേ. പാപിയാണ് ഞാൻ കർത്താവേ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവ് തോന്നണേ.
പാപിയാണ് ഞാൻ കർത്താവേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വയ്ക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്ന സമയമാണ്. ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ ജീവിത വഴികളിൽ ഇപ്രകാരമുള്ള ഏതെങ്കിലും ദുഃഖവും ഭാരവും അസ്വസ്ഥതയും എന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മേൽ കർത്താവെ സൗഖ്യം വെളിപ്പെടട്ടെ. എൻ്റെ ഓർത്തോർത്തുള്ള ദുഃഖം, ഉറക്കം കിട്ടാതെയുള്ള അവസ്ഥ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന ചില പാരമ്പര്യ പീഡകൾ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റണമേ. കർത്താവെ, സൗഖ്യത്തിൻ്റെ ആത്മാവ് എന്നിൽ വെളിപ്പെടണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ കർത്താവേ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണ് ഞാൻ, പാപിയാണു ഞാൻ നാഥ, യേശുവേ, പാപിയാണു ഞാൻ. ചേർന്ന് എല്ലാവരും പാടിയേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണമേ. അലിവു തോന്നണേ. ഓ കർത്താവേ, ഞാൻ പാപിയാണ്, പാപിയാണു ഞാൻ നാഥ, യേശുവേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതാവസ്ഥ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, വ്യക്തികളുടെ മേല്, കുടുംബങ്ങളുടെ മേല്, ഭാരപ്പെടുന്ന അനുഭവങ്ങളുടെ മേല് കരുണയായിരിക്കണമേ. ദൈവശക്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഏതെങ്കിലും മരിച്ചുപോയ ആത്മാവരോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത്, ഈ ആശീർവാദ പ്രാർത്ഥനാ സമയത്ത് ആ തടസ്സങ്ങൾ മാറ്റണമേ, ആ തടസ്സങ്ങൾ മാറ്റണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി കർത്താവ് നൽകുന്ന വലിയൊരു ആശീർവാദമാണ്. സ്വീകരിക്കാം, വിശ്വസിക്കാം, നമുക്ക് ഏറ്റെടുക്കാം. കർത്താവേ, എൻ്റെ മേൽ ഈ ആശീർവാദം അനുഗ്രഹമായിട്ട് മാറട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ.